എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അമർ രാമേന്ദ്രൻ. ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതിലൊരു തരക്കെട്ടില്ലാത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ രൂപമൊന്നുമല്ല, മുടിയൊക്കെ വെട്ടി പോലീസ് ഓഫീസറുടെ റോളാണ്. കാരണം കുറച്ച് നീറ്റായി വന്ന് ബോഡിയൊക്കെ റെഡിയാക്കിയാൽ മാത്രമേ എന്നെ അഭിനയിപ്പിക്കുള്ളൂ എന്ന് സംവിധായകൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അഭിലാഷും അതേപോലെ ഔസേപ്പച്ചൻ സാറും പറഞ്ഞതുപോലെ വലിയ അവകാശവാദങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു പ്രൊഡ്യൂസറുടെയും ആഗ്രഹം. അഭിലാഷ് വന്ന് ഫസ്റ്റ് ടൈം കഥ പറഞ്ഞപ്പം ഇതൊരു നല്ലൊരു സ്റ്റോറി ലൈൻ ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയും കൂടി അതിനകത്ത് ഒത്തുചേർന്നപ്പോൾ പ്രശാന്ത് ഏട്ടനാണെങ്കിലും ഔസേപ്പച്ചൻ സാർ ആണെങ്കിലും ആ ടെക്നിക്കൽ സൈഡും കൂടി സ്ട്രോങ് ആയപ്പോൾ അതിൻ്റെ വിഷ്വലും ആ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും വന്നപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനീഷ്യലി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് ജിതൻ രമേശിൻ്റെ ആ ഒരു സ്റ്റാർ വാല്യൂവിൽ എനിക്ക് തടിക്ക് കേട് പറ്റാതെ ഇത് വേഗം സെയിലാക്കി പരിപാടി തീർക്കാന്നായിരുന്നു. കാരണം പ്രൊഡ്യൂസർ എപ്പോഴും ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പടം കാണിച്ചപ്പോഴാണ് അവിടുത്തെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിത് തിയേറ്ററിൽ കാണിക്കാതെ പോകരുത്, പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഇറക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ളൊരു ധൈര്യം വന്നത്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തമിഴ്നാട്ടിലെ ആ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൾക്കാരോട് നന്ദി പറയണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അതിപ്പോഴും 4-ാം വാരം ഓടിക്കൊണ്ടിരുന്നത്. അഭിലാഷ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഫസ്റ്റ് 2 വീക്സ് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ പൊങ്കൽ പടം വന്നു. പൊങ്കൽ പടം വന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ മാറ്റി പൊങ്കൽ പടം കയറും. പക്ഷെ പൊങ്കൽ പടം കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും നമ്മുടെ പടം മാറ്റി അതേ തിയേറ്റേഴ്സ് തന്നെ വീണ്ടും ഞങ്ങളുടെ പടം തിരിച്ചു വിളിച്ചു. അത് നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. അതൊക്കെ കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്തായാലും കേരളത്തിലേക്ക് റിലീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയത്. എല്ലാ ആൾക്കാരും തിയേറ്ററിൽ പോയി, ഇതൊരു വൈഡ് റിലീസോ മാസ് റിലീസോ ഒന്നുമല്ല. കുറച്ചൊരു 10-20 തിയേറ്ററിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകൾ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ ശ്രമിക്കണം. റൂട്ട് നമ്പർ 17. പിന്നെ കേരളത്തിലുണ്ടായ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്ന തിയേറ്റർ നമ്പറിനേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇന്ന്. കാരണം എക്സ്ട്രാ തിയേറ്റേഴ്സ് പടം എടുത്തു, പടത്തിൻ്റെ ഷോയുടെ നമ്പർ കൂടി. സെയിം തിയേറ്റേഴ്സ് അവർ രാവിലെ മോർണിംഗ് ഷോ മാത്രം തന്നവർ ആക്ച്വലി ഇന്ന് നൈറ്റ് ഷോസ് തന്നു തുടങ്ങി. ഇതൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് RB ചൗധരി സാറിനെ കാണാൻ പോയപ്പം അന്ന് സാർക്ക് ഞാൻ ആരാണെന്നോ എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞു എൻ്റെ മകൻ അഭിനയിച്ചു എന്നൊക്കെ ശരി തന്നെ, മകൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ പടം മകൻ അഭിനയിച്ചതുകൊണ്ടും അച്ഛൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും പടം ഹിറ്റാണെന്നില്ലല്ലോ. ഒരു പുതുമുഖ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാറിനെ വളരെയധികം ഉപദേശിച്ചു. നീ പടം ഇവിടെ ഇറക്കിയാൽ ചിലപ്പോൾ നിനക്ക് സൂപ്പർ ഹിറ്റാകാം, കോടികൾ വാരിയിട്ട് പോവാം, ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ തയ്യാറായിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി അറിയോ മോനെ? നമുക്ക് പണ്ട് ചോക്ലേറ്റ് സിനിമയിലൊരു ഡയലോഗ് ഓർമ്മയില്ലേ, രാജൻ ബി ദേവ് സാർ ജയസൂര്യനോട് ചോദിക്കുന്നത്, ഇതല്ലാതെ എന്തെങ്കിലും പണി അറിയോടേത്? അപ്പം ഞാനും എൻ്റെ അനിയനുണ്ട്. അപ്പം ഞങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ്, ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്, ഇവൻ സർജനാണ്. എന്നാൽ കുഴപ്പമില്ല, ഇത് ഇവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയായിരുന്നു അവിടെ
RB ചൗധരി സാർ വായിന്ന് കിട്ടിയൊരു ഇത്. പക്ഷെ എന്ത് വന്നാലും സാർ അതിന് ശേഷം സാറിനെ മീറ്റ് ചെയ്തപ്പോൾ, അഭിലാഷ് പോയി മീറ്റ് ചെയ്തപ്പം സാർ പറഞ്ഞു എന്തായാലും സന്തോഷം ഇത് ഇറക്കാൻ പറ്റിയതിൽ, അതിൻ്റെ അകത്തൊരു പാർട്ടാകാൻ പറ്റിയതിൽ സാറും സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പം ഞങ്ങളിപ്പം മൂവി മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ ചേർന്ന് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളീ പറയുന്ന കാര്യങ്ങൾ മീഡിയാസ് ഉറപ്പായിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങളാണ് ഇനി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2 മണിക്കൂർ ഒരു ത്രില്ലർ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ത്രില്ലറാണ്. പിന്നെ ഈ റൂട്ട് നമ്പർ 17 ടീമിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്ച്വലി ശ്രീ മദൻ സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഒരു ഷോർട്ട് നോട്ടീസിലാണ് മദൻ സാറിനെ വിളിക്കുന്നത്. കാരണം ഇന്നലെ തീരുമാനിക്കുന്നു, മദൻ സാർ വരൂലെന്ന് ചോദിക്കുന്നു, സാർ വരുന്നു. സർ, ബിഗ് താങ്ക് യു ടു യു. മദൻ സാർ ആക്ച്വലി ഒരുപാട് തമിഴ് പടങ്ങളിൽ ചെയ്തതാണ്. അരുവി മദൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയും കുറേ പേർക്ക്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ അജിത് സാറിന്റെ പടത്തില് മഞ്ജു വാര്യർ ഒരാളെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. ആ മനുഷ്യനാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയല്ല വർക്ക് കാര്യങ്ങൾ. അപ്പം എന്താണ് അയാള്. അപ്പം ഒരുപാട് വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരാള് നമ്മളെ പോലെയുള്ള ചെറിയ പടത്തിന് അതും പ്രൊമോഷന് വിളിച്ചു. അത് ഇവിടെയല്ല, ചെന്നൈയിൽ നിന്ന് ഓടി വന്നു. താങ്ക് യു. അപ്പൊ ഇത് മലയാളത്തിലേക്ക് മദൻ സാറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. സാറിന് മലയാളത്തിലും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടാൻ ഇടവരട്ടെ. അപ്പൊ ഇവര് പറയുന്ന മലയാളം ചിലപ്പോൾ സാർക്ക് മനസ്സിലാവണമെന്നില്ല. അന്നേരം എന്നെ വിളിക്കാം, എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ തരിക. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പം താങ്ക് യു എവ്രി വൺ. പിന്നെ ഇത് എൻ്റെ സ്വന്തം മകനാണ് നിഹാൽ. ഇതിനകത്ത് ജിതൻ രമേശിന്റെ ചെറിയ പ്രായം അഭിനയിച്ചാണ്. അവൻ അധികം സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്. അവനോട് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമെന്നറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അവന് പക്ഷെ അഭിലാഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഡയറക്ടർമാരൊന്നും നിന്നെ വിളിക്കൂല. അവസാനം അച്ഛനെ എടുക്കുന്ന പടത്തിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് അതിനുള്ള പൈസയും ഇല്ല. താങ്ക് യു എവരിവൺ.